നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറക്കാനാവുമ്പോൾ വ്യാപകമായിട്ട് റൂമറുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ റൂമറുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റയലിൻ്റെ അടുത്ത വർഷത്തെ സ്ക്വാഡ്? അവരിപ്പോൾ ഡിഫൻസിലേക്ക് താരങ്ങളെ നോക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എങ്ങനെയായിരിക്കും സിറ്റിയുടെ 11? എങ്ങനെയായിരിക്കും ആഴ്സണൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ടാവുക? ലിവർപൂൾ എങ്ങനെയായിരിക്കും? ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. ഈ റൂമറുകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, റൂമറുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാവുന്നതാണ്, പക്ഷേ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? സ്കോർ 90 അങ്ങനെയുള്ള ഒരു 11 തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഇപ്പം സിറ്റിയിൽ എഡേഴ്സൺ തുടരുമെന്ന് പ്രതീക്ഷിക്കാം. സിറ്റി വിട്ട് അദ്ദേഹം പോകാനുള്ള സാധ്യതയും എന്തായാലും തള്ളിക്കളയുന്നില്ല. അദ്ദേഹം തുടരുമെന്ന ഒരു അസംഷനിലാണ് അവർ ഈ 11 ഉണ്ടാക്കിയിട്ടുള്ളത്. മാൻ സിറ്റി 2025-26 ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ, ഡിഫൻസിൽ ഗാർഡിയോളും റൂബൻ ഡയസും അക്കാൻജിയും ഒപ്പം ലിവഡമെൻറ്റോയും. ഇതാണ് ഡിഫൻസ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റീരിയലിലേക്ക് വരുമ്പോൾ റെയിൻഡേഴ്സ് അവിടെ കളിക്കാനുള്ള സാധ്യത റൂമറിൽ കാണുന്നുണ്ട്. ഒപ്പം റോഡ്രിയും ഫോഡനും. റോഡ്രി പരിക്ക് മാറി വരും. പിന്നെ ഫോഡനും. മുന്നേറ്റത്തിൽ റോഡ്രിഗോ, ബ്രസീലിയൻ സൂപ്പർ താരം റോഡ്രിഗോ റയൽ വിട്ട് സിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ എന്നുള്ള വാർത്തകൾ വളരെ സജീവമാണ്. സോ റോഡ്രിഗോയും ഹാലൻഡും മോർമോഷും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചേക്കാം. ഇനി റയലാണെങ്കിൽ ഡിഫൻസിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണല്ലോ. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ ഹ്യൂസിന് വേണ്ടി അവർ ഇപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഹ്യൂസനും അസെൻസിയോയും കർവാഹലും പിന്നെ ടിയോ ഹെർണാണ്ടസും ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡും ഇരു പാർശ്വങ്ങളിൽ. മദറിൽ ഷൂബനിയും വാൽവർദയും, മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനിയും എംബാപ്പയും ബെല്ലിംഗ്ഹാമും. ഇങ്ങനെ സംഭവിച്ചേക്കാം. ഇനി ലിവർപൂളിൽ ആലിസൺ ഗോൾ കീപ്പറായിട്ട്, ഡിഫൻസിൽ ഇരു പാർശ്വങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യത. ഫ്രിംപോങ്ങിൻ്റെ കാര്യമൊക്കെ വളരെ സജീവമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രിംപോങ്ങും അതുപോലെ തന്നെ കേക്സും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാവാം. പിന്നെ വാൻഡൈക്കും കൊനാറ്റയും ചേർന്നുകൊണ്ട് സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ. മദറിൽ മാക്കലിസ്റ്ററും ഗ്രാമേഷും സബോസ്ലായും. മുന്നേറ്റത്തിൽ സല, ഡയസ് എന്നിവർക്കൊപ്പം ഐസക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ലിവർപൂളിൻ്റെ ഒരു മാറ്റം. അതേസമയം ആഴ്സണലിൽ റയ ഗോൾ കീപ്പറായിട്ട്, പിന്നെ കലാഫിയോഴി, ഗബ്രിയേൽ, സാലിബ, ടിംബർ എന്നിവർ ഡിഫൻസിൽ. മദറിൽ ഡെക്ലൻ റൈസും സുബിമെൻഡി അവർ എത്തിക്കാൻ പോകുന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുബിമെൻഡി ഒപ്പം ഒഡേഗാർഡ്. മുന്നേറ്റത്തിൽ സാക്ക, ഗ്യൂക്കറസിനെ സ്വന്തമാക്കാനുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം നിക്കോ വില്യംസും. ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇത് നടന്നാൽ മികച്ച ടീമുകളായിട്ട് മികച്ച 11കളും കൊണ്ട് അവർ ഇറങ്ങും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.